ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ബീഫും കായും കൂടി കറി വെച്ചാലോ? നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അതിലോട്ട് നമുക്ക് ആദ്യം ബീഫ് എടുക്കുക, കഴുകി വൃത്തിയാക്കി ബീഫ് എടുക്കുക. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് സ്പെഷ്യലായിട്ട് കായ വേണം, നല്ല പച്ചക്കായ. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ളത് അതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ സ്പൂൺ ഇട്ടിരിക്കുന്നത് നെയ്യൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ നെയ്യ് തെറിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, സ്പെഷ്യലായിട്ട് കായ, പിന്നെ നമുക്ക് വേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതും കൂടി എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ടീസ്പൂൺ ഇടുമ്പോൾ നമുക്ക് ആ ഒരു നെയ്യ് അങ്ങോട്ട് തിരിച്ചു പോവില്ല. ഓക്കെ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു പകുതി ആയിട്ടാണ് വെന്തിരിക്കുന്നത്, കാരണം ഫുള്ളായിട്ടില്ല. നമുക്ക് കായം കൊണ്ടിട്ടിട്ട് ഇന്ന് വേവിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് പകുതി വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കായ, അതുപോലെ തന്നെ സവാള, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, വേപ്പില അതെല്ലാം ഇട്ടിട്ട് ഒരു 4 വിസിലും കൂടി പിന്നെ അടിക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, ആ ഒരു പാകത്തിന് തന്നെ നമുക്ക് വെന്തിട്ടുണ്ട്. ബീഫ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം, പൊടികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ മല്ലിപ്പൊടി ഞാനൊരു 3 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്, അതിൽ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച്, ഇത്രയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറില്ല അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കാം. ഒരു പകുതി ഇതാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ആ ഒരു പച്ച ചുവ മാറണ വരെ ഇട്ടൊന്ന് വഴറ്റെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരപ്പിലോട്ട് നമ്മുടെ ബീഫ് വെന്തിട്ടില്ലേ, അതിൽ കുറച്ച് ചാറ് ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് ഈ കുറുക്കിയ മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഫുള്ളായി ഇടാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇടാം. നമുക്കത് ചാറ് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നമുക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് റോസ്റ്റായിട്ട് എടുക്കുന്നതും ചാറ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. പിന്നെ ഇത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നേ, പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മുടെ മല്ലിച്ചപ്പില്ലേ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചാറ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചാറാക്കാം. എങ്ങനെ നമുക്ക് റോസ്റ്റായിട്ട് വേണമെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. കുറച്ച് ചോറെടുക്കുക, അതിലോട്ട് കുറച്ച് നമ്മുടെ കായും ബീഫ് ഇട്ട് കൊടുക്കുക. 2 പപ്പടവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പപ്പടം ഇട്ടിട്ട് നല്ലപോലെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയോ ചപ്പാത്തി എന്തിനോടെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.